സ്ത്രീകൾ 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അവരെന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം. സാധാരണ രീതിയിൽ 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് ഒരുപാട് രോഗങ്ങൾ വരുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം എന്തൊക്കെയാണ് നമുക്ക് സ്ക്രീനിങ്ങിന് വരുത്തേണ്ടതെന്നൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഹെൽത്ത് സ്ക്രീനിങ് ആണ് ആദ്യമേ ചെയ്യേണ്ടത്. പ്രത്യേകിച്ചും ആദ്യമേ ഒരു മാമോഗ്രാം എടുത്ത് നോക്കിയിട്ട് ബ്രസ്റ്റിൽ എന്തെങ്കിലും മുഴകളുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. പിന്നുള്ളത് ഒരു പാപ്പ് സ്മിയർ എടുത്ത് നോക്കുക, എന്തെങ്കിലും ക്യാൻസർ പോലുള്ള രോഗങ്ങളുണ്ടോ ഇല്ലയോ, എന്തെങ്കിലും ടിഷ്യൂസിന് എന്തെങ്കിലും ചേഞ്ചസ് വരുന്നോ ഇല്ലയോ എന്ന് അറിയുന്നതിന് വേണ്ടി ഒരു പാപ്പ് സ്മിയർ എടുക്കുക. അതിന് HPV ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഉണ്ടോ എന്ന് പരിശോധിക്കുക. അതുപോലെ ബോൺ ഡെൻസിറ്റി ഒന്ന് പരിശോധിക്കുക. കാരണം ഓസ്റ്റിയോപൊറോസിസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എല്ലുകളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ബോൺ ഡെൻസിറ്റി പരിശോധിക്കുന്നത് നല്ലതാണ്. പിന്നെ റുട്ടീനായിട്ട് ചെയ്യുന്ന BP ചെക്കപ്പ്, കൊളസ്ട്രോൾ ചെക്കപ്പ്, അതുപോലെ ഷുഗർ, ഡയബറ്റീസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ബേസിക്കായിട്ട് ഇത്രയും കാര്യങ്ങൾ ആദ്യമേ തന്നെ ചെയ്യണം. പിന്നെയുള്ളത് ഹോർമോൺ ചേഞ്ചസ്, ശരീരത്തിൽ എന്തെങ്കിലും ഹോർമോൺ ചേഞ്ചസ്, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ അല്ലെങ്കിൽ അതുപോലെ തന്നെയുള്ള മറ്റ് ഹോർമോൺസിൻ്റെ ചേഞ്ചസ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നതിന് വേണ്ടിയുള്ള ടെസ്റ്റുകൾ. പ്രത്യേകിച്ചും ഹോട്ട് ഫ്ലാഷസ് സ്ത്രീകളിൽ വരുമ്പോൾ ഈ ഹോർമോൺ ചേഞ്ചസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇറഗുലർ പീരീഡ്സ്, അതുപോലെ തന്നെ മൂഡ് വേരിയേഷൻ, ഇത് മൂന്നുമാണ് സർവ്വസാധാരണയായിട്ട് ഹോർമോണൽ ചേഞ്ചസ് വരുമ്പോൾ സ്ത്രീകളിലുണ്ടാകുന്നത്. ഈ മൂഡ് വേരിയേഷൻസും ഈ ഹോർമോൺ ചേഞ്ചസും ഉണ്ടോ എന്നുള്ള ഒരു സ്ക്രീനിങ് വഴിയോ അല്ലെങ്കിൽ അല്ലാതെയോ പരിശോധിക്കുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നുള്ളത് ഡയറ്റും ന്യൂട്രീഷനും, പ്രത്യേകിച്ചും ഒരു കാൽസ്യം ഇൻടേക്ക് കൂട്ടുന്നത് നല്ലതാണ്. ഒപ്പം വൈറ്റമിൻ D ഒന്ന് പരിശോധിക്കുകയും അതിൻ്റെ ഇൻടേക്ക് കൂട്ടുന്നത് നല്ലതാണ്. ഫൈബർ റിച്ച് ഫുഡ് എടുക്കുക, എപ്പോഴും ഹൈഡ്രേറ്റഡ് ആകുക, എപ്പോഴും മാക്സിമം വെള്ളം കുടിക്കുക, 2-2.5 ലിറ്റർ വെള്ളം ഡെയിലി കുടിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. ഷുഗർ ഇൻടേക്ക് കുറയ്ക്കുക, സോൾട്ട് ഇൻടേക്ക് കുറയ്ക്കുക, ഫൈബർ റിച്ച് ഫുഡ് എടുക്കുക, വെള്ളം കൂടുതൽ കുടിക്കുന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നുള്ളത് ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസ് കൂട്ടുക എന്നുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എക്സസൈസ് ചെയ്യാം, നടക്കാൻ പോകാം, അതല്ലാന്നുണ്ടെങ്കിൽ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ യോഗ ചെയ്യാം, സ്വിമ്മിങ്, സൈക്ലിങ്, അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റി എപ്പോഴും കൂട്ടിക്കൊണ്ടേ ഇരിക്കുക. ഒറ്റയ്ക്ക് വെറുതെ ലോൺലി ആയിട്ട് ഇരിക്കാതെ മറ്റ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് കൂടുതൽ സംസാരിക്കുകയും അവരുടെ വീടുകളിൽ സന്ദർശനം നടത്തുകയും ഒക്കെ ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും. അത് മെൻ്റൽ ഹെൽത്ത് കൂടുന്നതിന് വേണ്ടി എപ്പോഴും സഹായിക്കും. ഒരു ഇമോഷണൽ വെൽ-ബീയിങ്ങിന് വേണ്ടി എപ്പോഴും അത് നന്നാകും. പിന്നെ സ്കിൻ കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്കിൻ കെയർ, ഇപ്പോൾ നെയിൽ, ഹെയർ, സ്കിൻ, ഇത് മൂന്നും സ്ത്രീകൾ ഈ 40 വയസ്സ് കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓയിൽ മസാജ് നല്ലതാണ്. ഒരുപാട് വെയിൽ കൊള്ളാതെ കഴിയുന്നത്ര നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ സ്കിൻ ടാഗ് അല്ലെങ്കിൽ അതുപോലെ സ്റ്റെയിന് അല്ലെങ്കിൽ അതുപോലെ കളർ ഡിഫറൻസുകൾ, വാർട്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടോ ഇല്ലയോ എന്ന് ശ്രദ്ധിക്കുകയും അത് ചികിത്സിക്കാനുള്ള മാർഗ്ഗങ്ങൾ നോക്കുന്നതും അല്ലെങ്കിൽ അത് വരാതെ നോക്കുന്നതും എപ്പോഴും ഉചിതമായിരിക്കും. റെഗുലറായിട്ടുള്ള പീരിയോഡിക്കലായിട്ട് ഹെൽത്ത് ചെക്കപ്പ്, എല്ലാ വർഷവും ഒരു അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുകയും ഇതുപോലൊരു ബ്ലഡ് സ്ക്രീനിങ് എപ്പോഴും ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ കുറേ അധികം ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, നമുക്ക് എന്തൊക്കെ ഇപ്പം ലിക്കർ ഉപയോഗിക്കുന്നവർ കാണും, അങ്ങനെയാണെങ്കിൽ ലിക്കർ ഒഴിവാക്കുക. സ്മോക്ക് ചെയ്യുന്നവരുണ്ടാവാം, ഒഴിവാക്കുക. ഒബീസിറ്റി, വണ്ണം കൂടിയിരിക്കുന്നവരാണെങ്കിൽ ഡയറ്റ് കൺട്രോൾ അല്ലെങ്കിൽ എക്സസൈസ് വഴി വണ്ണം കുറയ്ക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. അതുപോലെ തന്നെ ഇമോഷണലായിട്ട് മറ്റുള്ളവരുമായിട്ടുള്ള സഹവാസം കൂട്ടുകയും അങ്ങനെ ഇമോഷണലായിട്ട് ഒരു വെൽബീയിങ്ങിൽ എത്താൻ വേണ്ടിയും ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് രോഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വിമുക്തി ഉണ്ടാവും. ഒപ്പം ഹോസ്പിറ്റൽ വാസം നിങ്ങൾക്ക് കുറയ്ക്കുവാൻ പറ്റും. കൂടുതൽ ഹെൽത്തി ആയിട്ട് കുറേ കാലം കൂടി നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും.